Ghee is the best fat in the world. When I go to US, scientists hug me. You come from a land that has given this world. It's a fat burner. ഇതീ പറയണ പോലെ ഗീ ഒരു സൂപ്പർ നാച്ചുറൽ ഫുഡാണോ അല്ലെങ്കിൽ ഒരു ഫാറ്റ് ബർണറാണോ? സത്യം പറഞ്ഞാൽ അല്ല. അതുപോലെ ഒരുപാട് പേർക്കുള്ള ഒരു ധാരണയാണ് ഗീ ഒരുപാട് കഴിച്ചാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ ജോയിൻസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യും. സോ അങ്ങനെ ഒന്നുമില്ല. ലെറ്റ്സ് ബ്രേക്ക് ദിസ്. സി, ഗീ ഒരു സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്, സിമിലർ ടു പാം ഓയിൽ ആൻഡ് കോക്കനട്ട് ഓയിൽ. റെക്കമെൻഡ് ഡെയിലി ഇൻടേക്ക് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ ഒരു 20 to 25 ഗ്രാമാണ്. സോ ഹൈ ഇൻടേക്ക് നമ്മുടെ ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് കൂട്ടാനുള്ള ചാൻസും കൂടും. ശരിയാണ്, ഗീയിൽ ഒരുപാട് ബെനിഫിഷ്യൽ കോമ്പൗണ്ട്സ് ഉണ്ട്, ലൈക്ക് ബ്യൂട്ടറേറ്റ്, omega-3 ഫാറ്റി ആസിഡ് ആൻഡ് CLAs. അതിൽ CLAs ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ അതിനെ ഒരു ഫാറ്റ് ബേണറായിട്ട് കാണുന്നത്. പക്ഷേ CLAs അതിൽ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഇതിൻ്റെയൊക്കെ റിയൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെങ്കിൽ അത് വളരെ വലിയ ഹ്യൂജ് എമൗണ്ടിൽ നമ്മൾ കഴിക്കേണ്ടി വരും. അത് ഒരിക്കലും പോസിബിൾ അല്ല. സോ ഈ CLA ഉണ്ടെന്ന് പറഞ്ഞ് ഗീ ഒരിക്കലും ഒരു ഫാറ്റ് ബേണർ ആവത്തില്ല. അറ്റ് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ വേണ്ട ഡെയിലി ഫാറ്റ് ഇൻടേക്ക് നോക്കുക. ഇപ്പോഴും ഗീ ഒരു സൂപ്പർ ഫുഡാണെന്ന് പറഞ്ഞു നടക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വേഗം റിയലൈസ് കൊടുത്തോളൂ.